ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണ്, ഏത് പ്രോട്ടോക്കോളിൻ്റെ ബേസിലാണ് ഡാറ്റ റിസീവ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് നോക്കിയത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു IP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കമ്പ്യൂട്ടേഴ്സിനും IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളുടെ വീടിന് അഡ്രസ്സ് ഉള്ളതുപോലെ തന്നെ ഓരോ കമ്പ്യൂട്ടറിനും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Internet Protocol Address is a numerical label assigned to each device connected to the computer network that uses the Internet Protocol for communication. It is a definition. An IP address serves two main functions: host or network interface identification and location addressing. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പഠിക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഓരോ ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ന്യൂമറിക്കൽ ലേബലാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെയിൻ ടു പർപ്പസ് എന്ന് പറയുന്നത്, ഒന്ന് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്, കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ദെൻ ലൊക്കേഷൻ അഡ്രസ്സിങ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുക. രണ്ട് മെയിൻ പർപ്പസാണ് വരുന്നത്. ഇനി ഈ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ഈ അഡ്രസ്സിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് an IP address is a 32-bit sequence of ones and zeros. അതായത് ബൈനറി ഫോർമാറ്റിലാണ് ഓരോ IP അഡ്രസ്സും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബൈനറി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് ബൈനറി ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ 32 ബിറ്റ്സ് ലോങ്ങർ IP അഡ്രസ്സാണ് ഓരോ കമ്പ്യൂട്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ബൈനറീനെ ഡീകോഡ് ചെയ്തോട്ട് ഡിജിറ്റൽ ഫോമായിട്ടാണ് നമുക്ക് IP അഡ്രസ്സ് വ്യൂ ചെയ്യുക. അതായത് 1 2 3 വരുന്ന ന്യൂമറിക്കൽ വേർഷൻ ലേബലിലാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈനറി ഫോമാറ്റിലാണ്. 32 ബിറ്റ് ബൈനറി ഫോമാറ്റിലാണ് IP അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വേ ടു ഐഡൻറ്റിഫൈ മെഷീൻസ് ഓൺ എ നെറ്റ്വർക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ലേബൽ ആൻഡ് ഇറ്റ് ഈസ് എ യൂണിക് ഐഡൻറ്റിഫയർ യൂസ്ഡ് ടു കണക്ട് ടു അനദർ കമ്പ്യൂട്ടർ. എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയക്കേണ്ട കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് അറിയണം. അപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്, ടു കണക്ട് ടു അനദർ കമ്പ്യൂട്ടർ. ദെൻ ഇറ്റ് അലോസ് ട്രാൻസ്ഫർ ഓഫ് ഫയൽസ് ആൻഡ് ഇമെയിൽ. ആൻഡ് നെക്സ്റ്റ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, നോ ടു കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഹാവ് ദ സെയിം IP അഡ്രസ്സ്. ഒരു നെറ്റ്വർക്കിൽ കണക്റ്റ് ആയിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന് മാത്രമായിരിക്കും അതിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവുക. രണ്ട് കമ്പ്യൂട്ടേഴ്സിന് ഒരിക്കലും സെയിം IP അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IP സ്ട്രക്ചർ ഒരു സെർട്ടൻ പീരീഡ് കഴിയുമ്പോൾ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് അതിന് ഫസ്റ്റ് IP അഡ്രസ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ്? IP അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 വേർഷൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 4 പീരീഡ്സ് ആയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇവിടെ 4 സെക്ഷൻസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഓരോ സെക്ഷനിലും 8 ബിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് വ്യൂ ചെയ്യുമ്പോൾ ഇത് ന്യൂമറിക്കൽ ഫോമിലാണ് കാണുന്നതെങ്കിൽ കൂടെ കമ്പ്യൂട്ടറിൻ്റെ ബൈനറി ഫോം എടുത്ത് നോക്കുമ്പോൾ ഓരോന്നിനും 8 ബിറ്റ്സ് ആണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 4 സെക്ഷൻ വരുമ്പോൾ 32 ബിറ്റ്സ് ആകും. ഓക്കെ, അപ്പോൾ 4 സെക്ഷനാണ്, 8 ബിറ്റ്സ് ആണ് ഓരോ സെക്ഷനിൽ വരുന്നത്. ആൻഡ് ഈച്ച് സെക്ഷൻ ക്യാൻ റേഞ്ച് ഫ്രം 0 to 255. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക, 128.35.0.72. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സാണ്. ആൻഡ് ഈ ഒരു IP അഡ്രസ്സ് ആ കമ്പ്യൂട്ടറിന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതിലെ ഓരോ നമ്പേഴ്സും ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഓരോ കമ്പ്യൂട്ടേഴ്സിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 72 എന്നുള്ളത് 73 ആകാം, 74 ആകാം. ഇങ്ങനെ മാക്സിമം ഈ 4 സെക്ഷനിലും പോകാവുന്ന നമ്പർ 255 എന്നുള്ളതാണ് മാക്സിമം ലിമിറ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്ത് വരും? ഈ നെറ്റ്വർക്കിൽ കണക്റ്റ് ആയിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ
IP address എന്ന് പറയുന്നത് 255.255.255.255. 4 255 ആകുന്ന ഒരു റീച്ച് എത്തുന്ന സമയത്ത് ഈ IP അഡ്രസ്സിൻ്റെ ഈ ഒരു വേർഷൻ കഴിയും. അതിന് ശേഷം ഇതിൻ്റെ ലിമിറ്റ് കൂട്ടും, എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു IP അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. ഇനി ഈ ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് IP അഡ്രസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡൈനാമിക് IP അഡ്രസ്. അപ്പോൾ സ്റ്റാറ്റിക് ആസ് ദ നെയിം സജസ്റ്റ് എന്താണ്, ഇതൊരു പെർമനൻറ്റ് അഡ്രസ്സാണ്. സ്റ്റാറ്റിക് അഡ്രസ്സ് എന്ന് പറയുന്നത് പെർമനൻറ്റ് IP അഡ്രസ്സാണ്. ഇത് നമ്മൾ ഒരു പീരീഡിൽ കഴിയുമ്പോൾ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന് മാത്രമുള്ളതാണ് ആൻഡ് ഇറ്റ് ഈസ് ജനറലി പെർമനൻറ്റ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ച് ആവാത്തത് കൊണ്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കമ്പ്യൂട്ടേഴ്സ് ഈ IP അഡ്രസ്സ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഈ ഒരു സ്റ്റാറ്റിക് അഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താകും, ഓട്ടോമാറ്റിക്കലി വേസ്റ്റായി പോവുകയാണ്, അല്ലെങ്കിൽ അത് ഡിലീറ്റായി പോകും ഈ ഒരു IP അഡ്രസ്സുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് മീൻസ് പെർമനൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന IP അഡ്രസ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഡൈനാമിക് IP അഡ്രസ്സ് ആണ്. ഇതെന്താണ്, ദിസ് ആർ ISP ടു എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ദിയർ അഡ്രസ് സ്പേസ്. ഡൈനാമിക് IP അഡ്രസ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിൽ, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് ഒരു പീരീഡ് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാൻ കഴിയാവുന്ന IP അഡ്രസ്സിനെയാണ് ഡൈനാമിക് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. മറ്റേത് ഏതാണ്, പെർമനൻ്റ് ആയിരുന്നു. ഇതൊരു പീരീഡ് കഴിയുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ സ്റ്റാറ്റിക് പോലെ തന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈനാമിക് IP അഡ്രസ്സും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകും. എന്നിട്ട് ആ ഒരു IP അഡ്രസ്സ് മറ്റൊരു കമ്പ്യൂട്ടറിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പിൽ IP അഡ്രസ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡൊമെയിൻ നെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ IP അഡ്രസ്സ് പറഞ്ഞു കമ്പ്യൂട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IP അഡ്രസ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൊമെയിൻ നെയിം എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സിൻ്റെ ടെക്സ്ച്വൽ വേർഷനാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സിൻ്റെ ടെക്സ്ച്വൽ വേർഷൻസാണ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. സോ ഡൊമെയിൻ നെയിം യൂസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ലൊക്കേറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. നേരത്തെ പറഞ്ഞ IP അഡ്രസ്സിൻ്റെ സെയിം ഫങ്ഷനാണ്, പക്ഷേ അതിൻ്റെ ന്യൂമറിക്കൽ വേർഷന് പകരം ടെക്സ്ച്വൽ വേർഷനായിട്ടാണ് ഡൊമെയിൻ നെയിംസ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോ 2 ഓർഗനൈസേഷൻസ് ക്യാൻ ഹാവ് ദ സെയിം ഡൊമെയിൻ നെയിം, അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടേഴ്സിന് സെയിം ഡൊമെയിൻ നെയിം ഉണ്ടാവുന്നില്ല. ആൻഡ് ഈച്ച് ഡൊമെയിൻ നെയിം ഈസ് ആൻ ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ആൻ IP അഡ്രസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷ് വേർഷൻ അല്ലെങ്കിൽ ടെക്സ്ച്വൽ വേർഷൻ ഓഫ് IP അഡ്രസ്സാണ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡൊമെയിൻ നെയിം ആൻഡ് കറസ്പോണ്ടിങ് IP അഡ്രസ് മസ്റ്റ് ബി യുണീക്ക്. അതായത് നമ്മളൊരു ഡൊമെയിൻ നെയിം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു യൂണിക് IP അഡ്രസ്സ് അതിന് ബിഹൈൻഡ് ഉണ്ടാകും. പക്ഷേ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു IP അഡ്രസ്സ് അറിയണമെന്നില്ല. ഡൊമെയിൻ നെയിം നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന ഡൊമെയിൻ നെയിമാണ്. ഈ ഒരു ഡൊമെയിൻ നെയിം വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഡൊമെയിൻ നെയിം എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി ഈ ഒരു ഡൊമെയിൻ നെയിം പോലെ തന്നെ ഡൊമെയിൻ നെയിം സിസ്റ്റം ഉണ്ട്. സിസ്റ്റം മീൻസ് ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഡൊമെയിൻ നെയിം ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൽ നമുക്ക് നോക്കാനുള്ളത്. Domain name system or DNS is a directory service that provides a mapping between the name of a host on the internet and its numerical address. അപ്പോൾ നമ്മളൊരു ഡൊമെയിൻ നെയിം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് അതിനെ എങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ ഒരു ഫങ്ഷനാണ് അല്ലെങ്കിൽ ഈ ഒരു സർവീസാണ് ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ സർവീസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ദ ഡൊമെയിൻ നെയിം ഇൻ ടു IP അഡ്രസ്. പക്ഷേ എന്താവുന്നില്ല, നമ്മൾ ഒരിക്കലും ഈ ഒരു IP അഡ്രസ്സ് എന്താണെന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ ചെയ്യുന്നൊരു സർവീസാണ് ഈ ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡൊമെയിൻ നെയിമിന് ഈക്വൽ ആയിട്ട് വരുന്ന IP അഡ്രസ്സ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാണ് ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൽ ചെയ്യുന്നത്.
അപ്പോൾ അതിൽ ഡൊമെയിൻ നെയിമിൽ 3 പാർട്ടായിട്ടാണ് ഡൊമെയിൻ നെയിം വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡൊമെയിൻ നെയിം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടോപ്പ് ലെവൽ ഡൊമെയിൻ ആണ്, അല്ലെങ്കിൽ TLD എന്ന് പറയും. TLD മീൻസ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതാണ് നമ്മൾ ടോപ്പ് ലെവൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും എൻഡിൽ കാണുന്നതാണ് ടോപ്പ് ലെവൽ ഡൊമെയിൻ. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഫസ്റ്റ് ഉള്ളതാണെന്ന് വിചാരിക്കരുത്. ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു ടോപ്പ് ലെവൽ ഡൊമെയിൻ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് റൂട്ട് സോൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡൊമെയിൻ നെയിമിനെ ഏറ്റവും എൻഡിൽ കാണുന്ന ഡൊമെയിൻ നെയിമാണ് ടോപ്പ് ലെവൽ ഡൊമെയിൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഡൊമെയിൻ ലേബൽ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 കാറ്റഗറീസ് വരുന്നുണ്ട് ഈ ഒരു ടോപ്പ് ലെവൽ ഡൊമെയിനിൽ തന്നെ. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ജനറിക് TLD ആണ്, അല്ലെങ്കിൽ GTLD എന്ന് പറയും. ആൻഡ് സെക്കൻഡ് വണ്ണ് കൺട്രി ഡൊമെയിൻ ആണ്, CCTLD എന്ന് പറയും. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പോർഷൻസിലേക്ക് പോകാൻ കഴിയുക. അപ്പം TLD അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സൈറ്റിലെ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് റൂട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ജനറിക് TLD എന്ന് പറയുന്നത്. GTLD, they are used by a particular class of organization or the type of organization. നമ്മളൊരു വെബ്സൈറ്റ് കൊടുക്കുന്ന സമയത്ത് .com കൂടുതലായിട്ട് യൂസ് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ .org യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ്റേതാണെന്നാണ് ഈ ഒരു ടോപ്പ് ലെവൽ ഡൊമെയിനിലെ GTLD ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് എക്സാമ്പിൾസ് പഠിച്ച് വെക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിൽ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് .com. അത് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് .com. പിന്നെ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് .gov എന്ന് പറയുന്നത് ഗവൺമെൻറ് സൈറ്റിൻ്റെതാണ്. ദെൻ പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് .org എന്ന് പറഞ്ഞാൽ നോൺ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെതാണ്. ദെൻ .edu യൂസ് ചെയ്യാറുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ. പിന്നെ അത്ര തന്നെ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യാത്തതാണ് .bitnet, .int ആൻഡ് .mil, .net എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് GTLDയിൽ പറയുന്നത്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓർ ക്ലാസ് ഓഫ് ഓർഗനൈസേഷനാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വരുന്നതാണ് കൺട്രി ഡൊമെയിൻ. കൺട്രി ലെവൽ ഡൊമെയിൻ അല്ലെങ്കിൽ CCTLDയിൽ പറയുന്നത് ഒരു കൺട്രി സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ടാണ് ഇവിടെ ഡൊമെയിൻ നെയിം കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഓർഗനൈസേഷൻ്റെതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇവിടെ ഏത് കൺട്രീൻ്റെ ഡൊമെയിൻ ആണെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ലൈക്ക് എക്സാമ്പിൾസ് നോക്കുക. .ae കൊടുത്തിട്ടുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെത്. ദെൻ AU കൊടുത്തിട്ടുണ്ട്, ഓസ്ട്രേലിയ. അങ്ങനെ ഓരോ കൺട്രീൻ്റെ 2 ലെറ്റർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ CCTLD യൂസ് ചെയ്യുന്നത്. കൺട്രി ഡൊമെയിൻസ് ആണ് കൺട്രിയുടെ ഡൊമെയിൻ നെയിം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ജനറൽ TLD ഒരു 21 ഉണ്ട്, മോർ ദാൻ 21 ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ CCTLD ആണെങ്കിൽ 250ക്ക് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമെയിൻ അത്രയാണുള്ളത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ലെവൽ ഡൊമെയിനാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമെയിനെങ്കിൽ അതിന് തൊട്ടടുത്തായിട്ട് തൊട്ട് ലെഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെവൽ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു സൈറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ മിഡിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ .comന് തൊട്ടടുത്തായിട്ട് വരുന്നത് ഇതാണ് ഈ ഒരു സെക്കൻഡ് ലെവൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇത് കോമൺലി റെഫർ ചെയ്യുന്നത് ഓർഗനൈസേഷൻ ദാറ്റ് രജിസ്റ്റേർഡ് ദ ഡൊമെയിൻ നെയിം വിത്ത് എ ഡൊമെയിൻ നെയിം രജിസ്ട്രാർ. നമ്മൾ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറി ഏതാണെന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് ലെവൽ ഡൊമെയിനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെയാണ് നമ്മളുടെ ഡൊമെയിൻ നെയിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാകും. ആൻഡ് ലാസ്റ്റ് തേർഡ് ലെവൽ ഡൊമെയിനാണ്. തേർഡ് ലെവൽ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ലെവൽ ഡൊമെയിൻ്റെ ജസ്റ്റ് ലെഫ്റ്റായിട്ട് വരുന്ന ഡൊമെയിനാണ്, അല്ലെങ്കിൽ ഇതിനെ സബ് ഡൊമെയിൻ എന്നും പറയാറുണ്ട്. തേർഡ് ലെവൽ ഡൊമെയിനെയാണ് സബ് ഡൊമെയിൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ലെഫ്റ്റിൽ വരുന്ന ഡൊമെയിൻ നെയിമാണ്.
ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് പർപ്പസിനാണോ ഈ ഒരു ഡൊമെയിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തേർഡ് ലെവൽ ഡൊമെയിൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ www.livinginternet.com എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ .com എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ആണ്, ടോപ്പ് ലെവൽ ഡൊമെയിൻ ആണ്. ടോപ്പ് ലെവലിൽ തന്നെ വരുന്ന GTLD ആണ് .com. ലിവിങ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ ആണ്. ഇവിടെയാണ് നമ്മൾക്ക് വേണ്ട ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ആൻഡ് www എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് ഇൻഫോർമേഷൻ കിട്ടേണ്ടതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൊമെയിൻ നെയിംസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കൂടാതെ എന്ത് വരാം, 4th ഉം 5th ഉം ലെവൽസൊക്കെ വരാം. പക്ഷേ അത് കോമൺലി അങ്ങനെ തന്നെ യൂസ് ചെയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു 3 ലെവൽ ഡൊമെയിൻസാണ് പഠിച്ചു വയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, URL. URL മീൻസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ നെയിം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സാണ് IP അഡ്രസ്സ്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഡൊമെയിൻ നെയിം എന്നുള്ളത് പഠിച്ചു. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു നെറ്റ്വർക്കിലുള്ള വെബ് പേജസിന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് URL യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചിരിക്കുന്ന വെബ്സൈറ്റിനെ കോമൺ ആയിട്ട് അതിൻ്റെ ആ ഒരു വെബ്സൈറ്റ് നെയിമിനെയാണ് URL എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് നമ്മളുടെ റിസോഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നെയിമിൽ തന്നെ ഉണ്ട്. So each web page has its own address called URL, and the global address of the documents and other resources on the web is called URL. അപ്പോൾ ഈ ഒരു URL പഠിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്താണെന്നുള്ളതാണ് മെയിനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ നമുക്ക് എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഒരു എക്സാമ്പിൾ കൊടുത്തതിന് ശേഷം എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. http://www.google.com/index.html. ഇതൊരു കോമൺ ഒരു എക്സാമ്പിളാണ് URLൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് HTTP ആണ്. ഇറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, പ്രോട്ടോക്കോളാണ്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വെബ് പേജസ് തമ്മിലുള്ള കണ്ടൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP. സോ URLൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോക്കോളാണ്. ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് നോക്കുക. സെക്കൻഡ് പാർട്ടിന് മുന്നേ ആയിട്ട് ഒരു ഡോട്ടും 2 സ്ലാഷും ഉണ്ടാകും. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് www. ഈ ഒരു www.google.com എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മളുടെ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഡൊമെയിൻ നെയിമാണ് ഈ ഒരു സ്ലാഷിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. .com എന്ന് പറയുന്നത് GTLD ആണ്. ഗൂഗിൾ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ ആണ്. ആൻഡ് www എന്ന് പറയുന്നത് മെയിൻ ഡൊമെയിൻ അല്ലെങ്കിൽ സബ് ഡൊമെയിൻ ആണ്. അപ്പോൾ പ്രോട്ടോക്കോൾ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന www എന്ന് പറയുന്നത് സബ് ഡൊമെയിൻ ആണ്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്നത് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ ആണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഡൊമെയിൻ നെയിം എന്ന് പറയും, മെയിനായിട്ട് വരുന്ന ഡൊമെയിൻ നെയിം. ആൻഡ് അതിനുശേഷം വരുന്ന .com എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമെയിൻ ആണ്. ഇത്രയാണ് ഡൊമെയിൻ നെയിമിൽ വരുന്നത്. അത് കഴിഞ്ഞൊരു സ്ലാഷ് കഴിഞ്ഞിട്ടാണ് index.html കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയ്ക്ക് പറയുന്ന നെയിമാണ് ഫയൽ പാത്ത്, അതായത് സ്ലാഷ് കഴിഞ്ഞ് വരുന്നതാണ് ഫയൽ പാത്ത്. ഫയൽ പാത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഫയൽ നെയിം, ഫയലിൻ്റെ പാത്ത്, ഏത് ഡയറക്ടറിയിലാണ് നമുക്ക് വേണ്ട ഫയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഫയൽ പാത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എലമെൻറ്റ്സ് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. പ്രോട്ടോക്കോൾ, സബ് ഡൊമൈൻ, ഡൊമൈൻ നെയിം, ടോപ്പ് ലെവൽ ഡൊമൈൻ ആൻഡ് ഫയൽ പാത്ത്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ URL എന്താണെന്നുള്ളത് പഠിക്കുക. ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് അഡ്രസ്സിങ്.